പ്രജിതേ, ഈ നാറ്റോ രാജ്യങ്ങള് റഷ്യയെ ഭയപ്പെടുന്നുണ്ടോ? ഒരു പക്ഷെ ഭയപ്പെടുന്നുണ്ടാകാം. അത്ര വലിയ എന്താ പറയാ അറിവൊന്നുമില്ല. എന്നാലും നമുക്ക് മനസ്സിലാകുന്നത് പല സൂചനകളൊക്കെ കിട്ടും. യുദ്ധം ചെയ്ത് ഇവറ്റൊക്കെ വലിയ പരിചയമൊന്നുമില്ല. അതില്ല എങ്കിൽ പോലും, അതുകൊണ്ട് തന്നെ അതില്ല എങ്കിൽ പോലും എന്നല്ല, യുദ്ധം ചെയ്ത് പരിചയമില്ല എന്ന് വയ്ക്കുമ്പോൾ പോലും വിഘടിച്ചു നിൽക്കുന്ന രാജ്യങ്ങളാണ്. പക്ഷെ ചാവേറുകളാകാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, ചാവേറാകാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് മുന്നിൽ മറ്റു ചിന്തകളൊന്നുമില്ല. തീർച്ചയായിട്ടും അതുണ്ടാവില്ലല്ലോ. അപ്പൊ കൈവിട്ട കളിക്ക് നിൽക്കും. അപ്പൊ അവരെന്തും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അവരെ സംബന്ധിച്ച് യുക്രൈൻ അവരുടെ ഒരു ശിഖണ്ഡിയാണ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. അവർ കളിക്കാണ്, യുക്രൈനെ ഉപയോഗിച്ച് കളിക്കാണ്. യുക്രൈൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ അതെന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെയൊക്കെ ഇടയില് ചില കുറച്ചു പേർക്കിടയിലെങ്കിലും ഈ പറയുന്ന വ്ളാഡിമിർ സെലൻസ്കി എന്ന് പറയുന്ന അവരുടെ ആ പ്രസിഡന്റിന് ഒരു താര പരിവേഷമുണ്ട്. അദ്ദേഹം ഒരു കൊമേഡിയനാണ്. ആ കൊമേഡിയൻ പരിവേഷത്തിൽ നിന്നാണ് അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അവിചാരിതമായിട്ടൊക്കെ വരുന്നത്. അപ്പോൾ അത് വന്നതിന് ശേഷം അദ്ദേഹത്തെ പിരിമുറുക്കി അമേരിക്കയ്ക്കും പങ്കുണ്ട്. അപ്പൊ അതെ, പിരിമുറുക്കി അവർക്ക് അവരുടെ ഒരു താവളം അവിടെ ഇത് വേണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ്. എന്റെ ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ റഷ്യയും ഈ പറയുന്ന രീതിയിൽ ഉക്രൈൻ തമ്മിലാണല്ലോ ഇപ്പൊ ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ രണ്ട് രാജ്യങ്ങളും അടുത്തടുത്ത് തന്നെ. അതെ, ഇതിൽ നിന്ന് വിഘടിച്ചു പോയതാണല്ലോ. ഈ വിഘടിച്ചു പോയെങ്കിലും നമ്മളെപ്പോഴും പറയുമ്പോൾ റഷ്യ ഒരു വമ്പൻ രാജ്യമാണ്. ഈ സോവിയറ്റ് യൂണിയൻ രാജ്യങ്ങളിലെ ഒരു വലിയ രാജ്യമാണ് റഷ്യ ആണ്. അപ്പൊ ഈ നാറ്റോ രാജ്യങ്ങൾ അവിടെ ഇവിടെ ചിതറിക്കിടക്കുന്നുണ്ട്. ഇപ്പൊ 32 അംഗങ്ങളാണ് നാറ്റോ സഖ്യത്തിലുള്ളത്. അപ്പൊ ഈ അതിൽ ഒരു അതിൽ അംഗമാകാനാണ് ഇപ്പോ യുക്രൈൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇവരെല്ലാവരും ഇതിനെതിരെ നിൽക്കുന്നത്. ഈ 32 രാജ്യങ്ങൾ യുക്രൈനൊപ്പം നിൽക്കുന്നത്, റഷ്യക്കെതിരെ. അത് യുക്രൈനൊപ്പം എന്ന് പറയുന്നത് റഷ്യക്കെതിരെ നിൽക്കുന്നതാണ്. അപ്പൊ ഈ തൊട്ടടുത്ത് കിടക്കുന്ന ഈ ഒരു കൊച്ചു രാജ്യം ആക്രമിക്കാൻ റഷ്യക്ക് വലിയ ചെലവൊന്നും വേണ്ട. താമസിക്കുന്ന ആൾക്കാരുടെ ബന്ധുക്കൾ തന്നെ ഉക്രൈനിൽ. അതെ, റഷ്യക്ക് വേണമെങ്കിൽ എന്നെ അത് അടിച്ചെടുക്കാമായിരുന്നു. 3 വർഷമായി സൈനിക നടപടി അങ്ങോട്ടും രണ്ട് ടീംസും അങ്ങനെ തന്നെയാണ്. 2 രാജ്യങ്ങളും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്, ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക്. പക്ഷെ ഇപ്പോഴാണ് റഷ്യ ഏറ്റവും അധികം ഇവരിലേക്ക് അത് കുറച്ചുകൂടെ കുറച്ച് എന്താ പറയുക, ഒരു മയവും ഇല്ലാത്ത രീതിയിൽ അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട്. അതെ, അത് ആ ഒരു രീതിയിലേക്ക് ഇവരെ എത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ മറ്റുള്ളവർ, ഒരു ചാവേറാകാൻ ഒരാളുണ്ടെങ്കിൽ അവരെന്തെങ്കിലും ആയാലും മറ്റുള്ള അത്രയും പേരുടെ രാജ്യങ്ങളുടെ ആവശ്യം യുക്രൈനിൽ നടക്കും. തീർച്ചയായിട്ടും റഷ്യക്ക് വേണമെങ്കിൽ പിടിച്ചെടുക്കാം. റഷ്യക്ക് ഇത് അറിയാം. യുക്രൈൻ തനിച്ചല്ല, യുക്രൈനെ പിരിമുറുക്കിയിട്ടാണ് യുക്രൈൻ ഇതിന് ഇറങ്ങിയിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. മാത്രമല്ല റഷ്യ ഒരു യുക്രൈന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ഒരു രാജ്യത്തിന് എന്തുകൊണ്ട് 3 വർഷമായി അവർക്ക് സാമ്പത്തികമായിട്ടുള്ള ചില അസ്ഥിരതകളൊക്കെ വന്നു തുടങ്ങി. എന്നിട്ടും അത്രയൊന്നും പോകാതെ ഇത് നീട്ടിക്കൊണ്ട് പോകുന്നത്, ഇതിങ്ങനെ നിൽക്കട്ടെ, ഇവരടിച്ചെങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ നിർത്തട്ടെ എന്ന് കരുതിയിട്ടായിരിക്കാം. അല്ലെങ്കിൽ ഗതികെട്ടിട്ടുണ്ടെങ്കിൽ തിരിച്ചടിക്കാനും സാധ്യതയുണ്ട്. ഇപ്പോ റഷ്യ തിരിച്ചടിക്കുമെന്നുള്ള ഭയം ഈ നാറ്റോ രാജ്യങ്ങൾക്ക് ഇടയിലേക്ക് വന്നിട്ടുണ്ട്. കാരണം ജർമ്മനി തുരങ്കങ്ങളും ബങ്കറുകളും നിർമ്മിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എന്തിനാണ്? ഭയം പിടിമുറുക്കുന്നത് കൊണ്ടാണ്. അതെ, അവർക്കൊരു മെയ്വഴക്കമായി. ഇതൊരു പക്ഷെ നേരെ അങ്ങോട്ടേക്ക് ആയിരിക്കില്ലല്ലോ, യുക്രൈന് നേരെ ആയിരിക്കില്ല. ഇത് ആരാണോ ഇതിലേക്ക് വരുന്നത്. അപ്പൊ ഈ വരും കാലയളവിൽ വരും കാലയളവിൽ ഇവരുടെ എല്ലാം മുഖം മുന്നിൽ വരിക തന്നെ ചെയ്യും. എത്ര മറഞ്ഞിരുന്ന് ചെയ്താലും, യുദ്ധം ചെയ്താലും, ഒരു ഘട്ടത്തിലെങ്കിലും ആരാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ളത് നമുക്ക് തിരശ്ശീലയ്ക്ക് മുൻപിൽ വരിക തന്നെ ചെയ്യും. അപ്പോൾ ആ ഒരു സമയം വരും എന്നുള്ളത് ജർമ്മനി ഉൾപ്പെടെയുള്ള നാറ്റോ സഖ്യ രാജ്യങ്ങളൊക്കെയും മനസ്സിലാക്കുന്നുണ്ടാകാം. അതുകൊണ്ടായിരിക്കണം ജർമ്മനി ഇപ്പോ തുരങ്കങ്ങളും ബങ്കറുകളും ഒക്കെ നിർമ്മിക്കാൻ തുടങ്ങിയിട്ടുള്ളത്.
അപ്പൊ ജർമ്മനി നിർമ്മിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മറ്റുള്ളവരും പ്രിപ്പറേഷനും ഒക്കെ തുടങ്ങിയിട്ടുണ്ടാവും, പൊടി തട്ടി എടുത്തിട്ടുണ്ടാവാം. കാരണം ഈ സമീപ ഭാവിയിൽ തന്നെ, അതെ ഇന്നും നാളെയോ അല്ല, ജർമ്മനി പോലും ചിന്തിക്കാത്ത സമയത്ത് ചിലപ്പോ 1-2 വർഷം കഴിഞ്ഞിട്ടാവാം, പക്ഷെ അടി ഉണ്ടാകും. അത് തന്നെയാണ് ജർമ്മനി കരുതിയിരിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള, അതായത് ഒരു അടുത്ത 4 വർഷത്തിനിടയിൽ ജർമ്മനിക്കെതിരെ ഒരു ആക്രമണം നടത്താൻ റഷ്യ തീരുമാനിക്കും, അതിന് കച്ചകെട്ടി ഇറങ്ങുമെന്നുള്ളതാണ് ജർമ്മനി ഭയക്കുന്നത്. അപ്പൊ നേരത്തെ തന്നെ ജർമ്മനിയുടെ സുരക്ഷാ വകുപ്പ് മേധാവിയായിട്ടുള്ള റാൽഫ് ടെഷ്നർ ജർമ്മനിക്ക് ഒരു ഭീഷണിയും നേരിടേണ്ടി വരില്ല എന്നും ഭാവിയിൽ യുദ്ധം നേരിടേണ്ടി വരില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അത് നമ്മുടെ ഉള്ളിലുള്ള ഒരു പകപ്പ് പുറത്തറിയാതിരിക്കാൻ ഒരുപക്ഷെ പറഞ്ഞതായിരിക്കാം. എന്നിട്ട് പോലും ഇന്ന് യൂറോപ്പിൽ ഒരു വലിയ യുദ്ധം പൊട്ടിപ്പുറപ്പെടുമെന്നുള്ള ആശങ്ക അത് എല്ലാവർക്കും ഉണ്ട്. നമ്മൾ തന്നെ പല വാർത്തകളും വരുമ്പോൾ 3ാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടേക്കാം എന്നുള്ള രീതിയിൽ ഏറെ നാളുകളായിട്ട് വാർത്ത വരുന്നുണ്ട്. ഇത് ഒരു ദിവസം വാർത്തയായിട്ട് ആയിരിക്കില്ല ഒരുപക്ഷെ വരുന്നത്, ഇതങ്ങ് യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇത് ഈ അതെ, അത് ഒരു എല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇത്തരത്തിലൊരു 2ാം ലോക മഹായുദ്ധത്തിന്റെ വിപത്തൊക്കെ കഴിയാൻ എത്ര നാളെടുത്തു? അപ്പൊ ഇനിയൊരു മഹായുദ്ധം വരാണ്ടിരിക്കാൻ ശ്രമിക്കുമ്പോൾ പലരും സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട്, ഇതെല്ലാം സ്വാർത്ഥതയാണ്. ഇതിന് മൂലകാരണമായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്വാർത്ഥത തന്നെയാണ് ഇതിന്റെ എല്ലാം, പിന്നെ അല്ലേ, അതെല്ലാം ഇത് തന്നെയാണ്. അപ്പൊ ഇത്തരത്തിൽ ഈ പറയുന്ന പോലെ റഷ്യയും യുക്രൈനും തമ്മിൽ 3 വർഷമായിട്ട് ഈ യുദ്ധമുണ്ട്. ഇതിൽ നാറ്റോ രാജ്യങ്ങളെയും അത് ലക്ഷ്യം വെക്കും എന്നുള്ളത് ഉറപ്പാണ്. യുക്രൈനെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത് ഇവരൊക്കെ കൂടിയാണ്, പുരിമിപ്പിക്കുന്നതൊക്കെ ഇതൊക്കെ തന്നെയാണ്. അപ്പോ അതെ, BBC-നോട് സംസാരിക്കുമ്പോൾ ജർമ്മനിയുടെ പ്രതിരോധ മേധാവിയായിട്ടുള്ള ജനറൽ കാർസ്റ്റൻ ബ്രൂവർ പറയുന്നുണ്ട്, അവർ എല്ലാ വർഷവും 100 കണക്കിന് ടാങ്കുകൾ നിർമ്മിക്കുന്നുണ്ട്. 2029ഓടെ നാറ്റോ രാജ്യങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ ഈ ടാങ്കുകൾ ഉപയോഗിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ അവരെപ്പോഴേ പ്രിപ്പയർഡ് ആവുന്നുണ്ട്. റഷ്യയെ പോലെ ഒരു രാജ്യത്തിന്റെ എന്താ പറയാ തിരിച്ചടിയെ ഭയന്നുകൊണ്ട് അവർ അന്ധകാലത്തിലെ പ്രിപ്പയർ ചെയ്തു വരുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ ടാങ്കുകളെല്ലാം ആ സമയത്ത് ഉപയോഗിക്കുമെന്ന് പറയുന്നത്. കൂടാതെ ജർമ്മനി ഇപ്പോൾ പുതിയ ടാങ്കുകളും ബങ്കറുകളും ഒക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് സമയവും വേണം, പണവും വേണം. അപ്പൊ മെട്രോ സ്റ്റേഷനുകളിലെ ഭൂഗർഭ ഷെൽട്ടറുകൾ, കാർ പാർക്കിംഗ് ഏരിയകൾ, ബേസ്മെന്റുകൾ, പൊതു ഷെൽട്ടറുകൾ തുടങ്ങിയ പദ്ധതികളും ഒക്കെ അവിടെയൊക്കെ ഇതൊക്കെ നിർമ്മിക്കാനുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കൂടാതെ ബ്രിട്ടനും നേരിട്ടൊരു എന്താ പറയാ സംഘർഷത്തിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. റഷ്യയിൽ അടുക്കുന്നത് ആത്മഹത്യാപരമാണ്. അതൊരു ആത്മഹത്യാപരമായിട്ടുള്ള തീരുമാനമാണ്. ഈ മേളിലിരിക്കുന്നവർക്കല്ല വിഷയം, സാധാരണക്കാരായ ജനങ്ങൾ ഇതിൽ എന്ത് അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. അതെ, സിവിലിയൻസിന്റെ കാര്യം തന്നെയാണ് വിഷയം. അപ്പൊ ബ്രിട്ടൻ പോലും ഇത്തരത്തിലായിട്ട് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ജർമ്മനിയായി ബ്രിട്ടൻ പോകെ പോയി ഈ 32 രാജ്യങ്ങൾ പണി ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് ചിന്തിക്കേണ്ട അവസ്ഥയിലേക്ക് റഷ്യ എത്തിക്കും. വെറുതെ എന്തിനു ചൊറിഞ്ഞു എന്നുള്ളത് സ്വയം അവർ ആലോചിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പറയും ചാവേറാകാൻ കരുതിക്കൂട്ടി ഇറങ്ങുന്നവർക്ക് ഒന്നും ചെയ്യേണ്ട, ഇവർ ചിതറി കിടക്കുന്ന രാജ്യങ്ങളാണെങ്കിൽ ഒരുമിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ റഷ്യക്ക് തടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയും. പക്ഷെ ആ സമയത്ത് റഷ്യക്കൊപ്പം ആരൊക്കെ ഉണ്ടാകും? റഷ്യയുടെ കയ്യിൽ എന്തെല്ലാം ഉണ്ട്? നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഒറാഷ്നിക് ഉൾപ്പെടെയുള്ള മിസൈൽസിന്റെ കാര്യം പറഞ്ഞു. ഇതൊക്കെ ICBM ആണ്. അപ്പൊ അതെല്ലാം ചെന്ന് പതിക്കാൻ വലിയ നിമിഷമൊന്നും വേണ്ട. ഉക്രൈനെ വെച്ച് കളിച്ചവർ പരിതപിക്കേണ്ടി വരും. അതെ,